Hi friends, welcome to Aisha's Kitchen. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പി കൂടിയാണ്. വെറും 2 ചേരുവകൾ കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിംഗ് സ്നാക്കാണ്. നമ്മൾ നേന്ത്രപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്ക വാങ്ങിക്കുമ്പോൾ ഒരുപാടൊക്കെ പഴുത്തിട്ട് നമ്മൾ ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഇനി മുതൽ പഴുത്ത നേന്ത്രപ്പഴം ഒഴിവാക്കേണ്ട. അതിന് പറ്റിയ നല്ല റെസിപ്പിയാണ് ഇന്നത്തെ സ്നാക്ക് റെസിപ്പി. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ വരുമ്പോൾ കുറച്ച് ദിവസത്തേക്കുള്ള ഈവനിംഗ് സ്നാക്ക് റെഡിയായി കിട്ടും. പിന്നെ ഇതിന് മലബാർ കുഞ്ഞുണ്ട എന്ന പേര് വന്നത് എൻ്റെ മോളിട്ട പേരാണ്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായ സ്നാക്ക് ആയതുകൊണ്ടും കുഞ്ഞു ബോൾസ് ആയതുകൊണ്ടും അവൾ സെലക്ട് ചെയ്ത പേരാണിത്. അപ്പോൾ നമ്മൾക്ക് ഈ സിമ്പിൾ സ്നാക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി മെയിനായിട്ട് വേണ്ട 2 ചേരുവകൾ. ഇതിപ്പോൾ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ്. ഞാനിപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തതാണ് ഇതിപ്പോൾ. ഇതുപോലത്തെ നല്ല ബ്ലാക്ക് കളർ വന്നിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വേറെ റെസിപ്പിയിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഈ ഒരു പഴം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ബ്രെഡാണ്. ഞാനിപ്പോൾ 2 ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ടുണ്ട് ഇതുപോലെ. പിന്നെ നമുക്ക് അല്പം ബ്രെഡ് പൊടിച്ചതും വേണം ഇതിലേക്ക്. 1 കപ്പോളം വരുന്ന ബ്രെഡ് പൊടിച്ചത് എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്കിത് മിക്സ് ചെയ്ത് വരുമ്പോൾ ചിലപ്പം അധികം വേണ്ടി വരും, കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഞാൻ ആ മിക്സിങ്ങിൻ്റെ സമയത്ത് ഞാൻ എത്ര വേണ്ടി വരും എന്നുള്ളത് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ ഈ പുഴുങ്ങി വെച്ച നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പുഴുങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകണ്ട. അപ്പോൾ നമ്മൾക്ക് ഈ കഷ്ണങ്ങളാക്കിയിട്ടുള്ള പഴം ഈ ബ്ലെൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 2 ബ്രെഡിൻ്റെ സ്ലൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ആഡ് ചെയ്ത് കൊടുക്കാൻ. കൈ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി കൊടുത്താൽ മതി. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം നമ്മൾക്ക് ഇത് അരച്ചെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും ചേർക്കരുത്, എന്നാലേ നല്ല സ്റ്റിഫായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. കാരണം പഴത്തിൽ ഒരുപാട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വെള്ളം മതി നമ്മൾക്ക് ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് അരച്ചെടുക്കേണ്ടത്. നമ്മൾ വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റാം. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് മധുരം ഉണ്ടെങ്കിൽ പിന്നെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അല്പം മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നാട്ടിലെ പഴമൊക്കെ നന്നായിട്ട് പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഞ്ചസാരയുടെ ആവശ്യം വരുന്നില്ല. ഇതിപ്പം അല്പം മധുരം കുറവായതുകൊണ്ട് ഞാൻ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അതിൽ കമ്പൈൻ ആയി വരുന്ന രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ചുകൂടെ ലൂസായിപ്പോയി നമ്മുടെ മിക്സ്ചർ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാനുണ്ട്. അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഈ ഒരു മാവ് ഒരു സ്റ്റിഫായിട്ടുള്ള മാവാക്കി എടുക്കണം. പക്ഷെ വല്ലാണ്ട് കട്ടിയുള്ള മാവാക്കുകയും ചെയ്യരുത്. കാരണം നമ്മൾക്കിത് അല്പം സോഫ്റ്റ് ആവും വേണം, അധികം കട്ടിയാവും പാടില്ല. അങ്ങനത്തെ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. നമ്മൾക്ക് അല്പം കൂടി ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മാവ് ഒന്നുകൂടെ ഒന്ന് സ്റ്റിഫായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മതി നമ്മൾക്ക്. വല്ലാണ്ട് ബ്രെഡ് പൊടിച്ചത് ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ നമ്മളുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡും പഴവും ചേർത്തിട്ടുള്ള നല്ലൊരു അടിപൊളി മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പരുവത്തിലുള്ള മാവാണ്. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മൾക്ക് നന്നായിട്ട് റോൾ ചെയ്യാൻ തന്നെ പറ്റും. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾക്ക് ഇതിൻ്റെ മാവ് വേണ്ടത്. അപ്പോൾ ഈ ഒരു മാവ് ഇപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടുള്ള മാവാണ്, നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന മാവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് തനിയെ ഇത് റോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് വേണം നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ. ചെറിയ ബോൾസ് ആക്കിയിട്ട് റോൾ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ വളരെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുന്നില്ല. ഒരു മീഡിയം സൈസുള്ള ബോളാക്കി എടുക്കുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോളായി മാറി. പിന്നെ അതുപോലെ നല്ല സ്മൂത്ത് ആക്കണം നമ്മൾ, അല്ലെങ്കിൽ അത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് പൊട്ടിപ്പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇനി ഈ ബോൾ ഇതുപോലെ ബ്രെഡ് ക്രംസിലോ അല്ലെങ്കിൽ ബ്രെഡ് പൊടിയിലോ ഒന്ന് റോൾ ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇപ്പോൾ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മളിത് ഫ്രീസറിൽ വെച്ച് പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതുപോലെ ചെയ്യണം നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള മാവ് കൊണ്ടും ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം. പിന്നെ ഞാൻ സാധാരണ ഇത് തയ്യാറാക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് തയ്യാറാക്കാറ്. അതായത് ചുക്കപ്പത്തിൻ്റെ ഒക്കെ സൈസിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് തയ്യാറാക്കാറ്. അതുകൊണ്ടാണ് മോള് കുഞ്ഞുണ്ട എന്നുള്ള പേര് തന്നെ ഇടാൻ കാരണം. പക്ഷെ അത് ഒരുപാട് ടൈം എടുക്കും അങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുമ്പോൾ. ഞാനിപ്പോൾ ഇത് മൊത്തത്തിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ പിന്നീട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് ഫ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചേർത്ത് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രമേ നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കും വേണം. ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എണ്ണയിലേക്ക് എല്ലാം കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഇതുപോലെ ഒന്ന് പാന് ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം ഒന്ന് ഗോൾഡൻ ആയി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക ഓരോ ബോൾസും. നമ്മളിപ്പോൾ ഈ ഒരു സ്നാക്കിലേക്കുള്ള മാവ് വളരെ സോഫ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ബ്രെഡ് പൊടിച്ചതൊന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഫസ്റ്റിൽ തന്നെ നമ്മളത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അല്ലാതെ ചട്ടകം കൊണ്ട് ഒന്നാകെ അത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഓരോന്നോരോന്നായിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റുവാണ്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. പുറമേ അകത്ത് നല്ല സോഫ്റ്റും ആവും. അപ്പോൾ അതാണ് ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത. നമ്മൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവൊക്കെ ആയി എടുക്കുമ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. ഫുള്ളായിട്ട് ക്രിസ്പി ആവില്ല. ഇനി നമ്മൾക്ക് ഈ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുഞ്ഞുണ്ട എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. അപ്പോൾ പുറമേ നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. പഴത്തിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഈ ഒരു സ്നാക്കിന്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഴവും ബ്രെഡും മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന റെസിപ്പിയാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഐഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നത്തെയും പോലെ തന്നെ. താങ്ക്